ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആയുധങ്ങളൊന്നും തന്നെ കയ്യിലില്ല. നന്നേ ഉയരമുള്ള രൂപം, വലിയ ഉറച്ച ശരീരം, ഒരു നേവി ബ്ലൂ ഹൂഡിയും ബ്ലാക്ക് കളർ ജീൻസും ബ്ലാക്ക് ഷൂവുമാണ് വേഷം. കണ്ണിൽ സൺഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു ബ്ലാക്ക് കളർ ഫേസ് മാസ്കും ധരിച്ചിട്ടുണ്ട്. അവളുടെ നോട്ടം അവന് നേരെ ഒന്ന് കോർത്ത നിമിഷം തന്നെ അവൻ സൺഗ്ലാസ് ഊരി മാറ്റി. മേൽപോളയിൽ തട്ടി നിൽക്കുന്ന ബ്ലാക്ക് കളർ ഷാർപ്പ് ഐസ്, അത് മാത്രം മതി മുന്നിൽ നിൽക്കുന്നവന്റെ നോട്ടം ഒന്ന് പാളാൻ. ഹൂഡി ഗ്യാപ്പിനിടയിലൂടെ അല്പം മുടികൾ അവന്റെ കട്ടിയുള്ള കറുത്ത പുരികങ്ങൾക്ക് മേൽ തട്ടി നിൽക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് നോട്ടം അല്പം പോലും മാറ്റാതെ ഏക അവനെ തന്നെ രൂക്ഷമായി നോക്കി നിന്ന നിമിഷം എന്തോ അവന്റെ ആ കണ്ണുകൾ ഒന്ന് രണ്ടോട്ടം ഒന്ന് ചിമ്മി മാറി. തല ഒരു വശത്തേക്ക് ചെരിച്ച് നോട്ടം മാറ്റി അവൻ ഒരിക്കൽ കൂടി അവളെ ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ തന്റെ ഹൂഡി ക്യാപ്പൊന്ന് പുറകിലേക്ക് താഴ്ത്തി മുഖത്തുനിന്ന് അവൻ ആ മാസ്ക് മാറ്റിയ നിമിഷം ഏകയൊന്ന് ഏങ്ങിപ്പോയി. ഒന്ന് രണ്ട് ചുവട് പുറകിലേക്ക് വെച്ച് അവൾ ഒരു മരത്തിനായ ടേബിളിലൊന്ന് താങ്ങി. വൈരിൻ അവിടെ നിന്ന് എല്ലാവരെയും നോക്കി. ഏകയിൽ കണ്ട അതേ ഞെട്ടൽ ആതിരയിലും ഐഷുവിലും ഋതുവിലൊക്കെ പ്രകടമായിരുന്നു. സ്വാഭാവികം. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഹാൻസം ഹീറോ വൈരിനെ മുന്നിൽ കണ്ടാൽ ഞെട്ടാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഏകയുടെ മുഖം കുനിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. തന്റെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കുഞ്ഞു ചെപ്പ് ഉടഞ്ഞു പോകുന്നു. അതിന്റെ തന്നെ ഒരു ചില്ലുകഷ്ടം നെഞ്ചിൽ കുത്തിക്കയറും പോലെയൊക്കെ അവൾക്ക് തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയ നിമിഷം അവൾ ഒരു താങ്ങിനായി ടേബിൾ ദേഹമർത്തി പിടിച്ചു. ബഹുമാനവും സ്നേഹവും വാരി വിതറി വാമിക അവന്റെ അരിയിലേക്ക് ഓടിയെടുക്കുമ്പോൾ ഒപ്പം അഞ്ജലി അവന്റെ അരിയിലേക്ക് പോയി അവനോട് ചേർന്ന് നിന്നു. അവന്റെ ഇടത് കൈയിലൂടെ കൈ കോർത്തി പിടിച്ച് ചുറ്റും നിൽക്കുന്ന പെൺതരികളെ ഒരു പുച്ഛത്തോടെ അഞ്ജലി നോക്കി. ഏട്ടാ എന്താ വിളിച്ച്? അടിക്ക്. എന്താ? വാമിക വായും തുറന്ന് ഒന്നും മനസ്സിലാവാതെ അവൻ ഒന്നുകൂടെ നോക്കി ചോദിച്ചു. അവളെ പോയി അടിക്കാൻ. നിനക്ക് വേദനിച്ച പോലെ അവൾക്കും വേദനിക്കണം. സോ ഹിറ്റ് ഹർ. ആ പറച്ചിൽ അവിടെ നിന്ന് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. മുഖം താഴ്ത്തി നിൽക്കുന്ന ഏകയുടെ അടുത്തേക്ക് വാമിക ഒരു പിടപ്പോടെ നടന്നെടുത്തു. ഏകയുടെ അടിയുടെ ചൂട് ഓർമ്മ വന്ന നിമിഷം ഒരു ഭയം വാമികയിലുണ്ടായി. എങ്കിലും സ്വന്തം ഏട്ട നിൽക്കുന്ന ധൈര്യത്തിൽ അവൾ മുന്നോട്ട് ചെന്ന് ഏകയുടെ മുഖത്തിൽ നേരെ കൈ നീട്ടി ഓങ്ങിയതും ആ നിമിഷം തന്നെ ഏകയെ അത് ബ്ലോക്ക് ചെയ്തു. മറുകൈ ഉയർത്തി ഒരിക്കൽ കൂടി ഓങ്ങിയ വാമിയുടെ കൈ ചുഴറ്റി വലിച്ച് ഇരുകൈകളും പുറകിലേക്ക് ലോക്ക് പിടിച്ചുകൊണ്ട് വാമികയെ മുന്നിൽ നോക്കി നിൽക്കുന്നവർക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി ഏക. വാമിക്ക് ഒട്ടും വേദനിക്കാത്ത തരത്തിൽ സെൽഫ് ഡിഫൻസ് എന്ന രീതിയിൽ ഏക ചെയ്തൊരു പ്രവൃത്തി. വാമിക വൈദ്യം നോക്കി തനിക്ക് വേദനിക്കുന്ന ഭാഗത്തിൽ ഉറക്കെ അലറിക്കരഞ്ഞു. എന്റെ കൈ ഏട്ടാ! ആ നിമിഷം തന്നെ ഏക അവിടെ പിടിവിട്ടതും വാമിക മനഃപൂർവ്വം നിലത്തേക്ക് തെറിച്ചു വീണ പോലെ അഭിനയിച്ചു. അഞ്ജലി ഓടി വന്ന് വാമികയെ പിടിച്ചെഴുന്നേൽപ്പിച്ച നിമിഷം വൈര്യൻ വേഗത്തിൽ വന്ന് ഏകയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തിക്കഴിഞ്ഞു. അവന്റെ മനസ്സിൽ ഏക എന്നാൽ പബ്ബിൽ വെച്ച് തന്റെ പെങ്ങളുടെ വയറിൽ ചവിട്ടിയവളും തന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു ദാക്ഷിണ്യം കൂടാതെ അവളുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് നിലത്തേക്ക് വലിച്ചെറിഞ്ഞവളുമാണ്. എന്റെ പെങ്ങളുടെ നേർക്ക് എന്റെ മുന്നിൽ വെച്ച് കൈ ഉയർത്താൻ മാത്രം വളർന്നോ നീ? അവന്റെ കയ്യിൽ കിടന്ന് അവളൊന്ന് കുതിറി. ശ്വാസം വലിങ്ങിയ നിമിഷം മുറുകെ അടച്ചിരുന്ന കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു. അവന്റെ വലതു കൈയിൽ അവളുടെ ഇരു കൈകളിലെയും നഖങ്ങൾ മുറിവുണ്ടാക്കി. തന്റെ കൈക്കുള്ളിൽ പിടയുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് അവൻ അതീവ ദേഷ്യത്തിൽ ഉറ്റുനോക്കിയ നിമിഷം അവളുടെ നെറ്റിയിൽ ചാർത്തിയിരുന്ന ചന്ദനക്കുറി പൊടിഞ്ഞിളകി കഴുത്തിൽ പിടിമുറുക്കി അവന്റെ വലതു കൈയിൽ വീണുകൊണ്ടിരുന്നു. ആ സമയം അവളുടെ കഴുത്തിൽ നിവർത്തിട്ടിരുന്ന ഷോൾ ഊർന്ന് നിലത്തേക്ക് വീണ നിമിഷം അവൻ അവളിൽ നിന്ന് പിടിവിട്ട് അകന്നു മാറി. അപ്പോഴേക്കും ദേവൻ ഓടി വന്ന് വൈരിനെ പിടിച്ചു മാറ്റിയിരുന്നു. ഋതു ആതിരി ഏകയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഋതു നിലത്തിടുന്ന ഏകയുടെ ഷോൾ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. വിച്ചു, മതി. ഇവറ്റകൾക്ക് ആവശ്യത്തിന് ഞാൻ കൊടുത്തതാ. ഇവരുടെയൊക്കെ മേലെ കൈവച്ച നമ്മുടെ കൈനാറും. പറഞ്ഞു വിട്ടേക്കാം, ഇനി ഇവറ്റകളുടെ സേവനം നമ്മുടെ കമ്പനിക്ക് ആവശ്യമില്ല. സമയത്ത് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുകേഷ് ഏകയ്ക്ക് വക്കാലത്തുമായി മുന്നോട്ട് വന്നു. സർ, ഒരവസരം കൂടി. പാവം കുട്ടികളാ സർ. സാഹചര്യ അന്ന് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച്. വാമിക മേഡത്തിന്റെ ദേഹത്ത് കൈവച്ചതിന് പകരമായിട്ട് ഈ പെൺകുട്ടിക്ക് വൈദ്യൻ സാർ അടി കൊടുത്തല്ലോ. ഒന്ന് ക്ഷമിച്ചൂടെ സർ, പ്ലീസ്. അപേക്ഷിക്കും പോലെ മുകേഷ് ദേവൻ നോയി പറയുമ്പോൾ അഞ്ജലി മുന്നോട്ട് വന്ന് മുകേഷിനോടായി പറഞ്ഞു. ക്ഷമിക്കാം, പക്ഷെ ഇവളെന്റെ കാലിൽ വീഴണം. അഞ്ജലിയുടെ ആക്രോശം ഉയരുമ്പോൾ വൈരിന് ഒന്നും മിണ്ടാതെ തന്നെ പോയി അടുത്തുള്ള സോഫയിലേക്ക് കാലിന്മേൽ കാൽ കയറ്റി വിശാലമായിരുന്നു. ഏക നോക്കിയത് ആതിരയുടെയും ഋതുവിന്റെയും മുഖത്തേക്കാണ്. ഋതുവും വരുണും പ്രണയത്തിലാണ്. വരുണിന്റെ വീട്ടിൽ ഋതുവിന്റെ കാര്യം പറയുമ്പോൾ ജോലിയുള്ള പെൺകുട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ ആ ബന്ധം ആക്സെപ്റ്റ് ചെയ്ത്. ഇരുവർക്കും ജോലിയുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ബാംഗ്ലൂർ തന്നെ സെറ്റിൽ ആയിക്കോളൂ എന്നുള്ള ധാരണ വരുണിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആതിര അവളുടെ സഹോദരിയുടെ കോളേജ് ഫീസ്, ലോൺ ഉൾപ്പെടെ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് നടക്കുന്നത്. അവൾക്ക് ഈ ജോലി അത്യാവശ്യമാണ്. പിന്നെ താൻ നാട്ടിൽ ചെന്നാൽ ജീവിതം വഴിമുട്ടും. സ്വന്തം തറവാട് പോലും തൻ്റേതല്ലാത്ത അവസ്ഥ. അമ്മ മരിച്ച പിന്നെ മുഴുക്കുടിയനായി സ്വയം നശിച്ച അച്ഛൻ, ചെറിയമ്മയുടെ കുത്തുവാക്കുകൾ. ഐഷുവിന് പുറകെ അവരുടെ മൂത്ത മകളുടെ വായിരിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും. സ്വന്തം ചോര അല്ലെങ്കിൽ പോലും ഐഷുവിനെ സ്വന്തം പെങ്ങളായി കുഞ്ഞുനാൾ മുതൽ കണ്ടുപോയി.
ചെറിയമ്മയുടെ വരുതിൽ വരും വരെ അവൾ കൊച്ചേച്ചി എന്നാൽ ജീവനായിരുന്നു. ഇപ്പോൾ വിത്തുഗുണം 10 ഗുണം എന്ന് ആരോ പറഞ്ഞ പോലെ ഗുണം മുഴുവൻ ചെറിയമ്മ നട്ടുനനച്ച പോലെയായി. ആത്മാഭിമാനമാണ് ഒരു പെണ്ണിന്റെ സമ്പത്ത്, ശരിയാണ്. പക്ഷെ ക്ഷമ അതും വേണം. താൻ കാരണം തന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. അന്ന് പബ്ബിൽ അത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഐഷുവിനെ രക്ഷിക്കണമെന്നേ അപ്പോൾ കരുതിയുള്ളൂ. ഒരുപക്ഷെ ആ നടിയുണ്ടാക്കാൻ പോവാതെ ഒരു സോറി പറഞ്ഞ് ഐഷുവിനെ പിടിച്ചുകൊണ്ടു പോയിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെ, സത്യമാണ്. അഞ്ജലി കൊടുത്ത അടി താൻ ആദ്യം കൊടുക്കേണ്ടിയെന്ന് തന്റെ അനുജത്തി ഐഷുവിനായിരുന്നു. തന്റെ വാക്കുകൾക്കാതെ ഇറങ്ങി തിരിച്ചവൾക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ പോയിട്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ താൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ തെറ്റുകൾ മാത്രം ചെയ്തവർക്ക് ചോദിക്കാനും പറയാനും എത്ര പേരാണെന്ന് ഓർത്തു അവൾ. പണം, ഫാമിലി, തനിക്കില്ലാത്തതും ഈ പെൺകുട്ടികൾക്കുള്ളൂ അത് തന്നെയാണ്. തെറ്റാണോ ശരിയാണോ എന്ന് പോലും നോക്കാതെ മകൾക്ക് വേണ്ടി വാദിക്കുന്ന അച്ഛൻ, പെങ്ങൾക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയെ തള്ളിച്ചതക്കുന്ന ഏട്ടൻ, അതും കുഞ്ഞുനാൾ മുതൽ താൻ മനസ്സിൽ കൊണ്ടുനടന്ന ആ വിഗ്രഹം. ഏക കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്ന ശേഷം നിറകണ്ണുകളോടെ മുഖം ചിരിച്ച് സോഫയിലിരിക്കുന്നവനെ നോക്കി. ഇത്രയും നേരം നെറ്റി വിളിച്ച് അവളെ തന്നെ നോക്കിയിരുന്നവന്റെ നെറ്റിയിലെ ചുളിവുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. തെറ്റ് ചെയ്ത പോലൊരു തോന്നൽ ആ നിമിഷം അവനുണ്ടായെങ്കിലും വേഗത്തിൽ മുഖം തിരിച്ചു കളഞ്ഞവൻ. ഡീ, ആരെയാണ് നീ നോക്കുന്നേ? അങ്ങോട്ട് നോക്കി വെള്ളർക്കാൻ നീ എന്നെ നോക്ക്. നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കുറെ നേരം ആയല്ലോ. ആരടിച്ച് താഴെ വീഴ്ത്താന്ന് ആലോചിക്കാവോ അല്ലേ? മര്യാദക്ക് വന്ന് എന്റെ കാലിൽ വീഴും, എന്നിട്ട് മാപ്പ് പറ. അങ്ങനെയാണെങ്കിൽ നീ ഈ ഓഫീസിൽ തുടരണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം. അഞ്ജലിയുടെ ഡി എന്ന അലർച്ചയിൽ തന്റെ മുഖത്തൊന്നും കണ്ണെടുത്തവൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന പോലെ വൈരിനെ അവളെ നോക്കിയിരുന്നു. അല്പം മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ഇരു കാൽമുട്ടിലും കൈമുട്ടുകുത്തി കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ അവളെ നോക്കിയിരിക്കുമ്പോൾ ബോഡി ഗാർഡ്സ് അവന്റെ പുറകിൽ കയ്യും കെട്ടി നോക്കി നിന്നു. ഇതെല്ലാം കണ്ട് ചെറുചിരിയോടെ ജയറാമും നോക്കി നിന്നു. അയാൾക്ക് ഏകയുടെ അവസ്ഥ കണ്ണിന് ഇമ്പമുള്ള കാഴ്ച തന്നെയായിരുന്നു. ഏക മെല്ലെ നടന്ന് അഞ്ജലിയുടെ അടുത്തേക്ക് പോയി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ശേഷം മുഖമുയർത്തി അവളെ നോക്കി പറഞ്ഞു, സോറി മാം. എന്റെ കാല് പിടിയിടി. അഞ്ജലി അലറിയതും ദേവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. വെളുത്തു നീണ്ട അവളുടെ കരങ്ങൾ ഒരു വിറയലോടെ അഞ്ജലിയുടെ കാലിൽ കിടക്കുന്ന ഷൂവിലേക്ക് സ്പർശിക്കും മുമ്പ് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണ് നീറടന്ന് അഞ്ജലിയുടെ ഷൂവിൽ വീണിരുന്നു. ഷിറ്റ്, എന്താണ് ഇരുന്ന് മോങ്ങുന്നേ? നിന്റെ കണ്ണിലെ പുഴുത്ത വെള്ളന്റെ ഷൂവിൽ വീണല്ലോ. പറഞ്ഞുകൊണ്ട് അഞ്ജലി കാലുയർത്തി ഏകയെ ചവിട്ടാനാഞ്ഞ നിമിഷം തന്നെ ഒരു കൈ ഏകയുടെ കൈത്തണ്ടയിൽ മുറുകിയിരുന്നു. ഒരു ഞെട്ടലോടെ ഏക കണ്ണുകൾ ഉയർത്തി നോക്കിയ നേരം അല്പം കുനിഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന വൈരിനെ കാണെ വിശ്വസിക്കാനാവാതെ അവൾ അവന്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി ഇരുന്നു പോയി. അല്പം ബലത്തിൽ തന്നെ ഏകയെ നിലത്തുനിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു വൈര്യൻ. സ്റ്റോപ്പ് യുവർ ഡേർട്ടി ഡ്രാമ അഞ്ജലി. എത്രയും പെട്ടെന്ന് ഗേൾസിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ഇവരെ പറഞ്ഞുവിട്. ദേഷ്യത്തിൽ തന്നെയാണ് വൈര്യൻ അത് പറഞ്ഞത്. പറയുമ്പോൾ ഏകയുടെ കയ്യിൽ നിന്ന് അല്പം ശക്തിയിൽ തന്നെ കൈകൾ പിൻവലിച്ചവൻ. അതിന്റെ ഫലം എന്നോണം ഏകയൊന്ന് വിറച്ചുപോയി. ഓഫ് കോഴ്സ് ഇരിയ, ഇവളുടെ കാര്യം സെറ്റിൽ ചെയ്യുമ്പോൾ ഇവൾക്ക് ഞാനൊരു പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ. വൈര്യനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ശേഷം ഏകയ്ക്ക് ചുറ്റും നടന്നു അഞ്ജലി. ഇന്നു മുതൽ നീ എന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ആയിരിക്കണം. എന്റെ ഷൂട്ട് കഴിയും വരെ എന്റെയും വാമികയുടെയും. നോ 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 നോ, ഞാൻ പറയുന്ന എന്ത് ജോലിയും നീ ചെയ്യണം. 24 മണിക്കൂർ എന്റെ ഒപ്പം നീ ജോലി ചെയ്യണം. നീയും നിന്റെ ഈ കൂട്ടുപ്രതികളും നാളെ മുതൽ എന്റെ അടിമകളായിരിക്കും. അതും ഞാൻ പറയും വരെ. സമ്മതമാണെങ്കിൽ നിനക്ക് ജോലിയിൽ തുടരാം, ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. പുറത്തേക്ക് വിരൽ ചൂണ്ടി അഞ്ജലി അലറുമ്പോൾ ഏകയെ നോക്കിക്കൊണ്ട് തന്റെ ഹൂഡി ക്യാപ്പ് തലയിലേക്ക് പിടിച്ചിട്ട് സൺഗ്ലാസും മാസ്കും ധരിച്ച് വൈര്യനാണ് പുറത്തേക്ക് പോയത്. ഒപ്പം ക്യാബിൻ ഡോർ ശക്തിയിൽ പിടിച്ച് അടച്ചു കളഞ്ഞവൻ. തിരികെ വീട്ടിലെത്തിയ ശേഷം കട്ടിലിന്റെ ഒരു കോണിൽ ചുരുണ്ടുകൂടിയവളെ കൂട്ടുകാരികളും കൂടപ്പിറപ്പൊന്നും ശല്യം ചെയ്യാൻ പോയില്ല. ഐഷുവിനൊരു കൂസലുമില്ല. തന്റെ ചേച്ചി സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് തള്ളി മേടിച്ചതിന് താൻ എന്തിനു പഴി കേൾക്കണമെന്നൊരു ഭാവമായിരുന്നു അവളിൽ. അതിനെല്ലാം പുറമെ ആ സുന്ദര പുരുഷൻ മലയാളികൾ മാത്രം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. എങ്കിലും ചുമ്മാ പറയാം, മലയാളി പെണ്ണുകൾ ഒരു നോട്ടത്തിന് ഒരു ചിരിക്കും വേണ്ടി മാത്രം കൊതിക്കുന്ന ആ പുരുഷ സൗന്ദര്യത്തെ അത്രമേൽ അടുത്ത് നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ഞെട്ടൽ അതിപ്പോഴും വിട്ടുമാറിയിരുന്നില്ല ഐഷുവിൽ. നല്ല സാഹചര്യമായിരുന്നെങ്കിൽ ഒരു സെൽഫി ഉറപ്പായും താൻ ചോദിക്കുമായിരുന്നു. തല്ലാനായാലും ആക്ടർ വൈര്യൻ തന്റെ കൊച്ചേച്ചിയെ തൊട്ടു. ഭാഗ്യവതി. അതായിരുന്നു ഐഷുവിന്റെ മനസ്സിൽ. കൊച്ചേച്ചിക്ക് ആക്ടർ വൈര്യനോട് ഒരു ക്രഷ് ഉണ്ടെന്നല്ലാതെ വൈര്യൻ എന്നാൽ ഏക്ക് ഭ്രാന്താണെന്നൊന്നും ഐഷുവിന് അറിയില്ല. അതുപോലെ വീട്ടിൽ ആർക്കും അറിയില്ല. ടാറ്റു ചെയ്യുന്നോ മറ്റോ കൊച്ചേച്ചിയുടെ കൂട്ടുകാരികൾ പറഞ്ഞ് കളിയാക്കുന്ന കേട്ടിട്ടുണ്ടെന്നല്ലാതെ പോയി നോക്കിയിട്ടൊന്നുമില്ല ഐഷു. കൊച്ചേച്ചിയെ ചൊറിയാൻ ചെന്നാൽ നല്ല തല്ല് കിട്ടും. ഈ കലിപ്പൻ എന്നൊക്കെ പറയും പോലെ നല്ല ഒന്നാന്തരം കലിപ്പത്തിയാണ് തന്റെ ചേച്ചി. ഏക കട്ടിൽ ചുരുണ്ടു കിടന്ന് വാശിയോടെ കണ്ണുനീർ തുടച്ചു. ഇന്നൊരു ദിവസം കൊണ്ട് തന്റെ മനസ്സിനെ സ്വയം സമാധാനപ്പെടുത്തണം. നടക്കില്ല, പാടാണ്. തൊട്ടു മുമ്പ് പൊട്ടിച്ചിതറിയ ഹൃദയം മൂറിക്കൂടാൻ സമയമെടുക്കുമെന്ന് അവൾക്കറിയാം. രാവിലെ കയ്യിൽ കയറിയ നോട്ട്ബുക്കിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഡയറിയാണ് പെണ്ണിന്റെ കയ്യിൽ. മാസ്റ്റർ വിഷ്ണുവിൽ നിന്നും അവൻ വയറിനിലേക്ക് മാറിയപ്പോൾ 200 പേജിന്റെ ആ നോട്ട്ബുക്കിൽ താളുകൾ അവസാനിച്ചിരുന്നു. പിന്നീട് കോളേജ് വസന്തകാലത്തെന്നോ ചില്ലറ കുടുക്ക പൊട്ടിച്ചു വാങ്ങിയ ഡയറിയിലായി അവന്റെ രൂപങ്ങൾക്ക് അവൾ താമസമൊരുക്കിയത്.
അപ്പോഴത്തെ അവന്റെ നിലക്കും വിലക്കും പോകുന്ന ഒരു സ്വപ്ന വീട്, അതായിരുന്നു നോട്ട്ബുക്കിൽ നിന്ന് ഡയറിയിലേക്ക് ഒരു കുടിയേറ്റത്തിന് കാരണം. കോളേജിൽ പ്രണയം അഭ്യർത്ഥിച്ചു വരുന്നവർക്കെല്ലാം മറുപടി നൽകിയത് താനൊരു പ്രണയത്തിലാണെന്നാണ്. ആരാവനെന്ന് ചോദിച്ചാൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നിവൃത്തിയില്ലാതെ കേൾക്കുന്നവർ കളിയാക്കും വിധത്തിൽ തന്റെ മനസ്സിൽ സൂക്ഷിച്ച വൈരിനോടുള്ള പ്രണയം. അതെ, താൻ പോലും അറിയാതെ അവൻ മനസ്സിൽ പ്രണയമായി സ്ഥാനം പിടിക്കുമ്പോൾ അവൻ അത്രമേൽ ഉയരെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏക എന്ന സാധാരണക്കാരിക്ക് ഒന്ന് കാണാൻ കൂടി കഴിയാത്തത്രയും ഉയരെ. അടുത്തറിഞ്ഞ കൂട്ടുകാരികളൊക്കെ കളിയാക്കി. ഇതൊക്കെ വെറൊരു ക്രഷാണ് മോളെ, നാളെ ഇവനൊരു പെണ്ണ് കിട്ടിയാൽ തീരും നിന്റെ ഈ ഭ്രാന്ത്. ഏക ഡയറി മടക്കി വെച്ചു. ഈയിടെയായിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറക്കുമ്പോൾ കാണുന്നത് വൈരിന്റെ നെഞ്ചിലൊട്ടി നിൽക്കുന്ന ആ പെൺകുട്ടിയെയാണ്, പുതുമുഖ നടി അഞ്ജലി. ഒരിക്കലേ ഒന്ന് നോക്കിയുള്ളൂ, അവൾക്ക് ധൈര്യം പോരാ ആ കാഴ്ച കാണാൻ. വൈരിന്റെ പുതിയ സിനിമയിലെ നായിക. എന്തോ ആൾക്കാരൊക്കെ ആ രണ്ട് ജോഡികളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിട്ടാൽ മതിയെന്നാണിപ്പോൾ. അവരുടെ ജോഡി പൊരുത്തം നോക്കിയില്ലെങ്കിലും എല്ലാ കമന്റ്സും കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു ഏക. പുതിയ ആക്ഷൻ റൊമാൻറ്റിക് മൂവിയിലെ വൈരിന്റെ നടി സിനിമ കഴിഞ്ഞ് അവരെയും കൊണ്ടേ പോകുന്ന തോന്നണേ. ഋതുവാതിരെയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും. അവരുടെ പറച്ചിൽ തന്നെ ഒന്ന് ഇളക്കാനാണെന്ന് ഏകക്കറിയാം. ശരിയാണ്, ആ വർത്തമാനം പോലും അവരുടെ ചങ്കിൽ തറക്കും. ബാംഗ്ലൂരിൽ വന്നേ പിന്നെയാണ് വൈരിന്റെ മുഖേക തന്റെ ഇടത്തെ നെഞ്ചിൽ പച്ചകുത്തിയത്. ആർക്കും എളുപ്പം കാണാൻ കഴിയാത്ത വിധം അല്പം താഴെയായി തന്നെയാണ് ചെയ്ത്. ബ്രൗൺ നിറത്തിലുള്ള തന്റെ വലത്തേ മറുകിന് തൊട്ടുമുകളിൽ അവന്റെ മുഖം. പിന്നീട് എപ്പോഴോ ഋതുവിന് വരുണിന്റെ ഫോട്ടോ അവരുടെ ശരീരത്തിൽ ഒളിച്ചു വെക്കാൻ പാകത്തിന് ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ കൂടെ കൂട്ടുപോയതാണ് ഏക. ടാറ്റു ചെയ്യുന്ന പെൺകുട്ടിയോട് സംസാരിച്ചിരിക്കവേ ഒരു കൗതുകത്തിന് ചെയ്താണ് അവന്റെ പേര്. അതും അരക്കെട്ടിന് തൊട്ടുമുകളിൽ മധ്യഭാഗത്തായി, നാഭിച്ചുഴിക്കേറെ താഴെയായി. വൈരിൻ എന്ന് മനോഹരമായി ഇംഗ്ലീഷിൽ ആ പെൺകുട്ടി ടാറ്റു ചെയ്തു കൊടുത്തു. ഈ രണ്ട് ടാറ്റുകളും ആരും കാണാൻ പാടില്ലെന്ന ഏകക്ക് അത്രമേൽ നിർബന്ധമുള്ള കാര്യമാണ്. തറവാട്ടിൽ ഇടക്കൊക്കെ ധാവണി ധരിക്കാറുണ്ട് അവൾ. നെഞ്ചിലോ വയറിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് ഭയന്നാണ് മറച്ചു പിടിക്കാൻ പാകത്തിനൊരിടം തെരഞ്ഞെടുത്തത്. പക്ഷേ കൂട്ടുകാർക്കിടയിൽ ഋതു അത് പാട്ടാക്കി. ആൾക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, അവളുടെ ടാറ്റു അവളുടെ കാമുകന്റെ മുഖമാണ്. എന്നാൽ തനിക്കോ? ഏക സ്വയം ഒന്ന് പുച്ഛിച്ചിരിച്ചു. അവന്റെ ആ മുഖമൊന്ന് നേരിൽ കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി താൻ നടത്തിയ സാഹസങ്ങൾ ചില്ലറയൊന്നുമല്ല. കോളേജ് കട്ട് ചെയ്ത അന്നത്തെ ആ രാത്രി ജീവിതത്തിൽ ഇനി താൻ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ്റെ അടിയുടെ ചൂടറിഞ്ഞും അന്ന് തന്നെയാണ്. അതുമാത്രോ, ഏക എന്ന പെൺകുട്ടിയെ എപ്പോഴും ഭയപ്പെടുത്തുന്ന മറക്കാനാവാത്ത ആ രാത്രിയുടെ ഓർമ്മകളാൽ അവൾ മുഖം ചുളിച്ചു. പാവം, ആ രാത്രിയുടെ പിറ്റേ ദിവസം അച്ഛൻ ഒത്തിരി കരഞ്ഞു. അപമാനത്താലും ഭയത്താലും ചെറിയമ്മയുടെ കുത്തുവാക്കൾ കേട്ടും എല്ലാത്തിനുമുപരി ഏറെ നാളുകൾ റൂമിൽ ചടഞ്ഞുകൂടിയ തന്നെ ഓർത്തും തൻ്റെ അച്ഛൻ നീറിപ്പുകഞ്ഞു. എന്തിനാ ഓർമ്മകളൊക്കെ ഇനി? ഒന്നും ഓർക്കേണ്ട. ശരിക്കും ഇന്നാണ് താൻ ആരാണെന്നും തൻ്റെ സ്വപ്നങ്ങളുടെ ആയുസ് ഏതുവരെയാണെന്നൊക്കെ ദൈവം തനിക്ക് മനസ്സിലാക്കി തന്നത്. റിയലൈസിങ് ദി റിയാലിറ്റി. കണ്ടു, കൺകുളിർക്കി ഒന്ന് കണ്ടു, വന്നു, ചേർന്ന് നിന്നു, തൊട്ടു. ഒരിക്കലും മറക്കാനാവാത്ത വിധം വലുതായി തൊട്ടു. അവളുടെ കൈകൾ സ്വയം അവളുടെ കവിളുകളെ പൊതിഞ്ഞു പിടിച്ചു. നോവറിഞ്ഞ നിമിഷം അവൾ കൈകൾ പിൻവലിച്ചു കളഞ്ഞു. നെറ്റിപൊട്ടി ചോര വന്നിട്ട് ഒരു ബാൻഡേജ് കൊണ്ട് കവർ ചെയ്തു കൊടുത്തൊക്കെ ആതിരയാണ്. അവിടെ അവൾ മെല്ലെ തൊട്ടു. ഒന്ന് എരിവലിച്ചു അവൾ. എപ്പോഴും അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ഋതു കുലുക്കി വിളിക്കുമ്പോഴാണ് ഏക ഉറക്കമുണരുന്നത്. അയ്യോ, വിരൽപ്പാടൊക്കെ മാഞ്ഞലൂടി. ഷോ, ഇനി എന്ത് ചെയ്യും? കഷ്ടായി പോയല്ലോ. അല്ല, നീ നിന്റെ മുഖം ഫോട്ടോസ്റ്റാറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? നിന്റെ ക്രഷിന്റെ വിരൽപ്പാടുകളിൽ നിന്ന് ഓർത്തു വെക്കാൻ. ഒന്ന് പോടി, ഞാൻ ഓരോന്നും മറന്നു വരുമ്പോഴാ. ഏകൊന്ന് മൂരി നിവർന്നുകൊണ്ട് ഋതുവിനോട് പറഞ്ഞു. മറക്കേ? അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ഇനി നീ വിചാരിച്ചാൽ പോലും മറക്കാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ. ആ പൂതിനയുടെ പണിഷ്മെന്റ് കഴിയും വരെ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാറിന്റെ തിരുമോന്ത കാണേണ്ടി വരുമെന്നാ തോന്നുന്നത്. ആ, അതറിഞ്ഞില്ലല്ലോ നീ. രാവിലെ പുതിയ പടത്തിലെ പാട്ട് റിലീസായിട്ടുണ്ട്, നീ കാണണ്ട കേട്ടോ. ആ അഞ്ചിലായിട്ടൊരു ബെഡ്റൂം റൊമാൻറ്റിക് സീൻ അടങ്ങിയ സോങ്. പാട്ട് മില്യൺ വ്യൂസ് കഴിഞ്ഞു. ഓഹ്, റൊമാൻസ് ഒരു രക്ഷയില്ല. വെട്ടി കിടന്ന് മറിയോ നിന്റെ ക്രഷും കാമുകിയും. രാവിലെ തന്നെ ഇത്രയും നല്ലൊരു ന്യൂസ് എന്ന് മനസ്സേർന്ന് ഋതുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കാൻ തോന്നിപ്പോയി ഏകക്ക്. ഋതുവിനെ തുറിച്ചു നോക്കി ബാത്റൂമിലേക്ക് പോയി അവൾ. വിഷമമോ തനിക്കോ? ഏയ്, ഉണ്ടീ തന്നെ ആര് കാണാൻ? ഷവർ തുറന്ന് അന്തസ്സായി പൊട്ടിക്കരയുന്നാൻ. അല്ല പിന്നെ. വേഗം തന്നെ ഭക്ഷണം കഴിച്ച് 3 പേര് റെഡിയായി. എത്തേണ്ട ലൊക്കേഷൻ ഓഫീസ് ഗ്രൂപ്പിൽ വന്ന് കിടപ്പുണ്ട്. ഏതോ ഒരു ഫ്ലാറ്റാണ്. തനിക്ക് മാത്രം ഇന്നു മുതൽ 24 മണിക്കൂർ ഡ്യൂട്ടിയാണെന്ന് ഏക ഓർത്തു. ഋതുവിനും ആതിരയ്ക്കും വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഫംഗ്ഷനുകളോ ഈവെന്റുകളോ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുന്നു മാത്രം. ഐശുവിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു ഭയം. അവൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പറഞ്ഞേക്കണം. ഇവിടെ വല്ല ഏടായിടത്തിലും പോയി ചാടുന്നതിൽ ഭേദം നാട്ടിൽ നിൽക്കുന്നതന്നെയാണ് നല്ലത്. അവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഐശുവിന് എന്ത് സംഭവിച്ചാലും തൻ്റെ ഉത്തരവാദിത്തം മാത്രമാവും. സംഭവിക്കാൻ പാടില്ല. തൻ്റെ അനുജത്തിയാണ്. അവൾക്ക് തന്നോട് ഇപ്പോൾ ചേച്ചി എന്നൊരു സ്നേഹമൊന്നുമില്ല. പക്ഷെ തനിക്ക് അവൾ അന്യായി കാണാൻ കഴിയില്ല. ഒരു 3 ബെഡ്റൂം വാടക വീടാണ് അവർ താമസിക്കുന്നത്.
എന്ന് കരുതി അങ്ങനെ ബെഡ്റൂമിലൊന്നും കിടക്കാറില്ല അവർ. വീണിടം വിഷ്ലോകം എന്ന് പറഞ്ഞ പോലെ കട്ടിലെങ്കിൽ കട്ടിൽ, സോഫയെങ്കിൽ സോഫ, തറയെങ്കിൽ തറ, അത്ര തന്നെ. കാര്യമായി കുക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. ഓഫീസിൽ ഇരുന്നുള്ള പണിയല്ലല്ലോ. അതുകൊണ്ട് പോകുന്നിടത്ത് ഫുഡ് ഉണ്ടാക്കും, ഫ്രീ ടൈമിൽ ഭക്ഷണം കഴിക്കും, അത്ര തന്നെ. നൈറ്റ് വല്ല ബ്രെഡ് ഓംലെറ്റോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഐഷു തോന്നുന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. ഏകക്കും കൂട്ടർക്കും ബോഡി ഫിറ്റ് ആയിരിക്കണം. തടി വെച്ചാൽ കാണുന്ന ജോലിയിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്ത് കളയും. അതുകൊണ്ട് ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. ഫ്ലാറ്റിലെ തന്റെ ബെഡ്റൂമിൽ കട്ടിൽ മലന്നിടയ്ക്കാണ് വൈരി. തലക്ക് പുറകിൽ ഇരു കൈകളും പിണച്ചു വെച്ച് വലിയ ഗ്ലാസ് വാൾ വഴി അകത്തേക്ക് വരുന്ന സൂര്യപ്രകാശത്തിലേക്ക് കണ്ണു ചുരുക്കി നോക്കിക്കൊണ്ട് അവൻ മലന്നു കിടക്കുമ്പോൾ അരയോളം പുതച്ചിരുന്ന വെളുത്ത കംഫേർട്ടിന് മുകളിൽ നഗ്നമായ അവന്റെ വെളുത്ത 6 പാക്ക് ബോഡി വെയിലേറ്റ് മസിൽ മുറുകി അങ്ങനെ കാണപ്പെട്ടു. മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ മുറുകിയപ്പോൾ ആദ്യം നോക്കിയത് സ്വന്തം വലത് കൈയിലേക്കാണ്. കൈപ്പത്തിയിൽ തെളിഞ്ഞു കാണുന്ന കോറിയിട്ട വരകൾ, അവളുടെ നഖങ്ങളുടെ പാടുകൾ. ഇപ്പൊ മനസ്സിലായല്ലോ ആരെക്കുറിച്ച് അവൻ ആലോചിച്ചെന്ന്. കൊച്ചു കള്ളൻ. പക്ഷെ അത് നല്ലതൊന്നും ആയിരുന്നില്ല. അവളുടെ ശൗര്യം അവൻ അത്ര പിടിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം. ആ ചുരിദാറിനുള്ളിൽ മെയ് വഴക്കമുള്ള ഒരു ശരീരം എങ്ങനെ ഒളിച്ചിരിക്കുന്നു എന്ന് ഓർത്തു അവൻ. കണ്ടാലും ഒരു നിഷ്കളങ്കയായ നാടൻ പെൺകുട്ടി. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും. പക്ഷെ ഒരു തരി ചിരി പോലും ആ മുഖത്തില്ല. ഒരു തരത്തിലുള്ള വികാരങ്ങളും അവളുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയില്ല. മുഖം നോക്കി മനസ്സ് പഠിക്കാൻ കഴിയാത്ത പോലൊരു പെണ്ണ്. അവളുടെ മുഖവും നോട്ടവും മനസ്സിലേക്ക് ഇടിച്ചു കയറിയതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഫോൺ കയ്യിലെടുത്ത് നോക്കിയതും അഭിനന്ദന പ്രവാഹമാണ് വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ. ശരിയാണ്, പുതിയ മൂവിയിലെ ഒരു സോങ് റിലീസാണ് ഇന്ന്. നോക്കുമ്പോൾ കണ്ടു അഞ്ജലി വാട്സാപ്പിൽ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ബെഡിൽ നിന്ന് നിവർന്നിരുന്ന് ആ വീഡിയോ സോങ് ഒന്ന് കണ്ടു വൈരി. ഇത്രയും മൂവീസ് ചെയ്തതിൽ താൻ അഭിനയിച്ച റൊമാൻറ്റിക് സീനുകൾ പബ്ലിക്കിനിടയിൽ വൻ ഹിറ്റുകളാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്ത രീതി ആർക്കാണ് അറിയുക? ഒരു നടിയുടെ കൂടെ പോലും തൊട്ടും പിടിച്ചു അഭിനയിക്കാൻ കൂട്ടാക്കാത്ത തനിക്ക് വേണ്ടി അത്തരം സീനുകൾ ചെയ്യാൻ ഡമ്മി വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഡയറക്ടർമാർക്ക്. അഞ്ജലി മൊത്തത്താൻ ഈ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അഞ്ജലിയുടെ ദേഹത്തെ സ്പർശിക്കാത്ത വിധത്തിൽ ക്യാമറ ട്രിക്കുകളും ഗ്രാഫിക്സും കൊണ്ട് മനോഹരമാക്കി തീർത്താണ് ഈ സീനുകളെല്ലാം എന്ന് ആരും വിശ്വസിക്കില്ല. അത്രമേൽ ക്ലോസ് ആയിട്ടാണ് അഞ്ജലിയുമായി താൻ ഇഴുകി ചേർന്നിരിക്കുന്നത്. ചില ചുംബനരങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന തന്റെ ഡ്യൂപ്പാണ്. തന്നോട് ഡയറക്റ്റ് അഭിനയിക്കാൻ അഞ്ജലി കുറെ നിർബന്ധിച്ചുമാണ്. പക്ഷേ തനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. വൈരിന്റെ ഇന്നത്തെ പ്രോഗ്രാമുകൾ മാനേജർ ജയറാം വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ആരും ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന വൈരിന് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. അവൻ അഭിനയിച്ച ഒരു കന്നഡ മൂവിയുടെ പ്രൊമോഷൻ ബാംഗ്ലൂരിലെ തന്നെ നിംഹാൻസ് കൺവെൻഷൻ സെന്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് പോവേണ്ടതല്ലാതെ തനിക്ക് വേറെ പ്രോഗ്രാം ഒന്നും തന്നെ ഇല്ലെന്ന് വൈരിന് ഓർത്തു. 1 മാസം കൊണ്ട് ഇവിടുത്തെ ഷൂട്ട് കഴിയും. പിന്നെ നാട്ടിൽ പോയാൽ അടുത്തിടെയൊന്നും പുതിയ സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കില്ല. നാട്ടിലെത്തിയാൽ വലിയൊരു ടാസ്ക് വേറെയുണ്ട്. 30 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചിരിക്കണമെന്ന് അച്ചമ്മയായ ജാനകി വർമ്മയുടെ ഓർഡറുണ്ട്. സാക്ഷാൽ രുദ്രദേവ് വർമ്മയുടെ അമ്മ. 30 തികയാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. പെണ്ണിനെ അന്വേഷിച്ച് പുറത്തു പോകേണ്ട കാര്യമില്ലെന്നൊരു ഉത്തരവുമുണ്ട്. രുദ്രദേവ് വർമ്മയുടെ 3 സഹോദരിമാരുടെ 3 പെൺമക്കൾക്ക് പുറമെ തന്റെ അമ്മ ദേവിക, രുദ്രദേവ് വർമ്മയുടെ ഒരേ ഒരു ആംഗ്ല ദേവന്റെ മകളും തന്റെ നായികയുമായ അഞ്ജലിയുണ്ട് ലിസ്റ്റിൽ. 4 എണ്ണത്തിൽ ഒരെണ്ണത്തെ ഉടനെ തിരഞ്ഞെടുക്കണം. 4 പേരും കഴുത്തുകണ്ട റെഡിയായി നിൽപ്പാണ് മാൻഷനിൽ. കംഫേർട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഏകയും മാതിരിയും ഋതുവും ഫ്ളാറ്റിന് പുറത്തൊരു ഓട്ടോയിൽ വന്നിറങ്ങി. ഏകക്കും മാതിരിക്കും ഓരോ സ്കൂട്ടി വീതമുള്ളതുകൊണ്ട് ഐഷുവിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കിയ ശേഷം സ്കൂട്ടിയിലാണ് ഓഫീസിലേക്ക് സാധാരണ എത്താറ്. പക്ഷെ ഇന്ന് ഏകയ്ക്ക് ലഗേജ് കൂടുതലായത് കാരണമാണ് മൂവര് സ്കൂട്ടി ഉപേക്ഷിച്ച് ഓട്ടോ പിടിക്കാൻ തീരുമാനിച്ചത്. തങ്ങൾ വന്നു നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ VIP മാത്രം താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ മുന്നിലാണെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ പൊന്നോ ഏക, നീ ഇന്നു മുതൽ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്? പണിഷ്മെന്റ് ആണെങ്കിലെന്നാ മോളെ, കോളടിച്ചല്ലോ. ഇടുപ്പിൽ കൈകുത്തി ഋതു പറയുമ്പോൾ ഏകയും മാതിരിയും മുന്നിൽ കാണുന്ന പടുകൂറ്റൻ കെട്ടിടത്തിൽ നോക്കി. മൂവരുടെയും സംഭാഷണം കേട്ടുകൊണ്ടാണ് മാനേജർ മുകേഷ് അവിടേക്ക് ഓടി വന്നത്. ആ, അടിമപ്പണിക്കാരെത്തിയോ? ആ, അടിമക്കണ്ണുണ്ടല്ലോ. കൂട്ടുകാരികൾ ആവശ്യമില്ലാത്ത ആശകളൊക്കെ തന്നിരിക്കും. അതൊന്നും കേൾക്കാൻ പോരുത് കേട്ടോ. നീ അങ്ങോട്ട് നോക്ക്. ഈ ബിൽഡിങ്ങിന് താഴെ കാണുന്ന ആ ചെറിയ കെട്ടിടം കണ്ടോ? ഇവിടെ താമസിക്കുന്ന എല്ലാ VIP-കളുടെയും സെക്യൂരിറ്റിമാർക്ക് താമസിക്കാൻ വേണ്ടിയാ ആ കെട്ടിടം. അതിലൊരു മുറി ഞാൻ കൊച്ചിനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ അല്പം കുറവാ, എങ്കിലും ഭാഗ്യത്തിന് വേറെ പാർട്ട്ണർമാരാരുമില്ല. ഓരോ മുറികളിൽ 2-3 പേരാ താമസം. അങ്ങനെ വെച്ച് നോക്കിയാ ഏക കൊച്ചിനെ ഈ മുറിയിൽ എക്കിന് കിട്ടിയെന്ന് വേണം പറയാൻ. ചെറിയ ചിരിയോടെ മുകേഷ് പറയുമ്പോൾ ഏക സ്വയം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ലെക്കിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ആ ഭേദം. മുകേഷ് സാറ് കണ്ടല്ലേ എന്റെ ലെക്ക്. ഭാഗ്യത്തിന് നേരം വെളുത്തപ്പോ കവിളിലെ നീര് പറ്റി. എങ്കിലും നെറ്റി കിട്ടിയത് ഇരിപ്പതാ, തല വെട്ടിപ്പിളർക്കുക. നെറ്റിയെന്ന് ഒഴിഞ്ഞുകൊണ്ട് ഭാരത്തോടെ ഏക പറയുമ്പോൾ മുകേഷ് വിഷയം മാറ്റി. ആ, സംസാരിച്ചിരുന്ന സമയങ്ങളേണ്ട. ദേവൻ സാറും സാറിൻ്റെ ഒരു റിലേറ്റീവ് പയ്യനൊക്കെ ഫ്ലാറ്റിലുണ്ട്. അതുകൊണ്ടാണ് എനിക്കിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അതെന്തായാലും നന്നായി എന്ന് ഞാൻ പറയും. അതുകൊണ്ടല്ലേ ഏക്ക് താമസിക്കാൻ എനിക്ക് റൂം കൊണ്ടിരിക്കാൻ പറ്റിയത്. ആ, നിങ്ങൾ പെട്ടെന്ന് റൂം പോയി സാധനങ്ങൾ കൊണ്ടുവച്ച് ഡ്രസ് ചേഞ്ച് ചെയ്തു. ഞാൻ ലിഫ്റ്റിന് മുമ്പിൽ കാത്തിക്കാം. അഞ്ജലി മാഡത്തിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാം ചാർട്ട് വൈദ്യ സാറിന്റെ പേഴ്സണൽ കാർഡിന്റെ കൈവശമുണ്ട്. അയ്യോ,
മുകേഷ് പറഞ്ഞു കേട്ടതും മൂവര് ഒരുപോലെ നെഞ്ചിൽ കൈവച്ച് എന്തോ മാധുരന്തം കേട്ട പോലെ നിലവിളിച്ചു പോയി. നിങ്ങൾ ഇടിച്ച് പഞ്ഞിക്കിട്ടവന്മാരല്ല, പക്ഷെ അവന്മാരും ചിലപ്പോൾ അവിടെ കാണും. ഇത് വേറൊരു പയ്യന്, പേര് ഡേവിഡ്. ലീവിലായിരുന്നു. അവന് ആള് പാവാ. അവനെ കൂട്ടുപിടിച്ചേക്കൊരു സഹായമാവും. അപ്പൊ ചെല്ല്, എന്നിട്ട് വേഗം വാ. ഒന്ന് ഫ്രഷായി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും വൈരിൻ കേൾക്കുന്ന കാത് തുളച്ചേർന്നൊരു ഇംഗ്ലീഷ് ഫാസ്റ്റ് സോങ് ആണ്. അവാ മാക്സിന്റെ മൈ ഹെഡ് ആൻഡ് മൈ ഹാർട്ട് എന്ന് തുടങ്ങുന്ന ഒരു സോങ്. സോങ്ങിനൊത്ത് ചുവട് വെക്കുന്ന അഞ്ജലിയും വാമികയും ഒപ്പം പൊട്ടനാട്ടം കാണുന്ന പോലെ കുണ്ടിയും കുലുക്കി ചുണ്ടിലിരിയുന്ന ഒരു സിഗരറ്റുമായി ദേവനുമുണ്ട്. മൂവരുടെയും കയ്യിൽ ഓരോ വൈൻ ഗ്ലാസുമുണ്ട്. സോഫയിൽ ഒരു വശത്തായി ദേവന്റെ വലം കൈയായ പ്രേമും കുറച്ചപ്പുറം മാറി മാനേജർ ജയറാമും ഉണ്ട്. പ്രേം അഞ്ജലിയുടെ അമ്മയുടെ അകന്ന ബന്ധുവാണ്. ഏകദേശം വൈരിന്റെ പ്രായമുണ്ടെങ്കിലും പ്രേമിന് വൈരിന് അത്ര പോരാ. വൈരിനെ കണ്ടതും വാമിക ഓടി അടുത്തു വന്നു. ഏട്ടന്റെ സോങ് സൂപ്പർ ഹിറ്റാ, കൺഗ്രാറ്റ്സ് ഏട്ടാ. അവിടെ ഞങ്ങളൊന്ന് അടിച്ചു വിളിക്കാന്ന് കരുതി. ഈ പാട്ടും ഡാൻസൊക്കെ അതിന്റെയാ. സോ ഇതൊക്കെ വേണ്ടെന്ന് മാത്രം പറയരുത് പ്ലീസ്. കുറച്ചു നേരത്തേക്ക് ഞങ്ങളെ സഹിച്ചേ പറ്റൂ. വൈരിനൊന്ന് പുഞ്ചിരിച്ച നിമിഷം തന്നെ അഞ്ജലി ഓടി വന്നവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. കൺഗ്രാറ്റ്സ് മൈ ബോയ്. Our romantic song has reached a million views. Let's enjoy. ആളെ തന്റെ ദേഹത്ത് നടത്തി മാറ്റി അവൻ അവിടെയുള്ള ഒരു സിംഗിൾ സോഫയിലേക്ക് പോയിരുന്നു. വിൻഡോയിലൂടെ കാണുന്ന മനോഹരമായ സീ വ്യൂ നോക്കി അവൻ ഇരിക്കുകയാണ്. മുകേഷ് അകത്തേക്ക് കയറി വന്ന് ഗാർഡ്സ് അയാൾ അകത്തേക്ക് കടത്തിവിട്ടതാണ്. പാട്ടിനും ഡാൻസിനും ഇടയിൽ അല്പ ഉച്ചത്തിൽ അയാൾ ചോദിച്ചു, ദേവൻ സർ, ഗാർഡ് പിള്ളേര് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നു, വരാൻ പറയട്ടെ? ദേവൻ അഞ്ജലിക്ക് നേരെ വിരൽ ചൂണ്ടിക്കാട്ടി അവളോട് പറയാൻ പറഞ്ഞ ശേഷം വീണ്ടും നിന്ന് തുള്ളാൻ തുടങ്ങി. അഞ്ജലി മേഡം, അഞ്ജലി മേഡം, പറയണോ? ആ ഗാർഡ്സ് പിള്ളേര് വന്നു നിൽക്കുന്നു, അകത്തേക്ക് കൊണ്ടുവരട്ടെ? അപ്പോഴൊച്ചത്തിലാണ് മുകേഷ് ചോദിക്കുന്നത്. ആ പിന്നെന്താ, കൊണ്ടുവേണം. ആ ബാൻജികൾ കാണട്ടെ ഞങ്ങളുടെ സന്തോഷം. എന്റെ അടിമൂടില്ലേ? ആ ഉണ്ട് മാം. മുകേഷ് വല്ലാത്തൊരു വിഷമത്തോടെ പറഞ്ഞ ശേഷം പുറകിൽ സോഫയിലായിരിക്കുന്ന വൈരിനെ നോക്കി. ഇടത്തെ തുടമേൽ വലത്തെ കാൽ കയറ്റി വെച്ച് വലത് കൈ വിരൽ കൂട്ടി തിരുമ്മി തങ്ങൾ പറയുന്നത് നോക്കിയിരിക്കുകയാണ് വൈരി. ഒരു വെളുത്ത ലൂസ് ഷർട്ടും വെളുത്ത പാന്റുമാണ് വേഷം. മുഖത്തേക്ക് വെയിലടിക്കുന്നതുകൊണ്ട് ആകെ ചുമന്നതുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന ശരീരം. ഒരു നിമിഷം മുകേഷ് മതിമറന്ന് നിന്ന ശേഷം തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് വേഗത്തിൽ പോയി. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന ഒരേ വസ്ത്രം ധരിച്ച രൂപങ്ങളുടെ നേർക്ക് ഒരു നിമിഷം എല്ലാവരും ഒരുപോലെ നോക്കി. മുകേഷിനോട് സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഋതു ആതിരയുമാണ്. തൊട്ടുപുറകിൽ ഡേവിഡിനൊപ്പം വരുന്ന ഏക. എല്ലാവരുടെയും ശ്വാസം വിലങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. ഓഫ് വൈറ്റ് കളർ ഷോർട്ട് സ്ലീവ് ഷർട്ട് ബ്ലാക്ക് പാന്റിൽ ടക്കിൻ ചെയ്തിരിക്കുന്നു. പാന്റിന്റെ വലതുവശത്തായി ഒരു ID പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഡിസൈനിൽ ഒരു ടൈ കഴുത്തിലുണ്ട്. മുടി ഭംഗിയിൽ ഉയർത്തി പോനി ടൈൽ കെട്ടി വെച്ചിരിക്കുന്നു. ഷർട്ടിൽ കഴുത്തിന്റെ ഭാഗത്ത് ഒരു സൺഗ്ലാസ് കോർത്തിട്ടിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ഉയരമുള്ള ഷൂ, പിന്നെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ചും. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സോങ്ങിനൊത്ത് സ്ലോ മോഷനിൽ അവർ നടന്നു വരും പോലെ എല്ലാവർക്കും തോന്നിപ്പോയി. അഞ്ജലികയും വാമികയും നാവിറങ്ങി നിശ്ചലരായി നിന്നു. പ്രേം ഇരുന്നിടന്ന് എഴുന്നേറ്റ് പോയി. ജയറാം ശ്വാസം വിടാൻ പോലും മറന്ന് നിന്നുപോയി. വൈരിൻ നോക്കിയത് പുറകിലായി നടന്നു വരുന്ന ഏകയാണ്. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി മറിച്ചു നോക്കിക്കൊണ്ടാണ് അവൾ നടക്കുന്നത്. ഡേവിഡ് അവളോട് ചേർന്ന് നടന്നുകൊണ്ട് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും മൂളാതെ തലയാട്ടാതെ എല്ലാം കേൾക്കുകയാണ് അവൾ. കയ്യിൽ നിന്ന് തന്റെ സ്മാർട്ട് ഫോണിൽ ഫയലിലെ ഡാറ്റയുടെ ഫോട്ടോസ് എടുത്ത ശേഷം കയ്യിലെ ഫോൺ പാന്റിന്റെ പോക്കറ്റിൽ തിരികെ ഫയൽ ഡേവിഡിന് തിരികെ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്ന് ഋതുവിനും ആതിരയ്ക്കൊപ്പം മധ്യഭാഗത്തായി ഏക എത്തുമ്പോൾ ഷർട്ടിൽ കോർത്തിട്ടിരുന്ന സൺഗ്ലാസ് കണ്ണിലേക്ക് എടുത്തു വെച്ച ശേഷം പുറകിൽ കൈകെട്ടി മുഖമുയർത്തി എല്ലാവർക്കും അഭിമുഖമായി അറ്റൻഷനിൽ നിന്നും മൂവരും. മൈ ഹെഡ് മൈ ലവ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.